ഈ വഴുതിരിങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പിയിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്നൊരു തോന്നലുണ്ടാവും. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാത്തൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കാം. വഴുതിരിങ്ങ തൈരിലിട്ടിട്ട് ഒരു കറിയാണ്. ഇതിനാദ്യം വേണ്ടത് വഴുതിരിങ്ങ ഇങ്ങനെ വട്ടത്തിൽ പൊടിക്കുക, ഇങ്ങനെ മുറിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് മുറിക്കുക. എന്നിട്ട് ഇതിൽ മുഴുവൻ എടുക്കുന്നില്ല ഞാൻ. ഇതിനെ ഇങ്ങനെ ഒരു പ്ലേറ്റിലിടുക കേട്ടോ. ഇതൊരു സൈഡ് ഡിഷ് കറിയായി വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇടട്ടെ കേട്ടോ. കാശ്മീരി അല്ല, സാധാ മുളക് പൊടി ഇങ്ങനെ ഇടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇടുക. കുറച്ച് ഉപ്പിടുക. എന്നിട്ട് ഇതിങ്ങനെ എല്ലാറ്റും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ ഞാൻ കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊരിക്കുക പറഞ്ഞാൽ എണ്ണയിൽ പൊരിക്കില്ല കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പൊരിക്കുക. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തു ഞാൻ. എല്ലാം നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പാൻ കത്തിച്ച് വെച്ചിട്ട് ഞാനിതിനെ വറുക്കാൻ പോവാണ്. അങ്ങനെ പാൻ വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഈ വഴുതിരിങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ എണ്ണ വേണമെങ്കിൽ നമുക്ക് ഏതെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചു. ഒരു 3-4 സ്പൂൺ ഇപ്പോൾ അതിലേക്കിട്ടു. ഈ വഴുതിരിങ്ങയൊക്കെ വളരെ വലിയൊരു വഴുതിരിങ്ങ ആയതുകൊണ്ട് ഇത് പൊരിക്കുമ്പോൾ ഒത്തിരി ഒരു കഷ്ടം എന്താ വെച്ചാൽ എല്ലാം ഒന്നും ഇടാൻ പറ്റില്ല. 2 പ്രാവശ്യമായിട്ട് ഇടാൻ പറ്റുള്ളൂ. അതങ്ങനെ നന്നായി ഒന്ന് ഫ്രൈ ആവണം. വഴുതിരിങ്ങയൊക്കെ ഇപ്പം നന്നായി ഒന്ന് വറുത്തെടുത്തു. ഷാലോ ഫ്രൈ കണ്ടുമല്ലോ, അതേമാതിരി വറുത്തെടുത്തു. ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം. ഇതിലേക്കിപ്പോൾ ഞാൻ നല്ല കട്ട തൈര് ഇതിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ലേശം ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ്, പാകത്തിന് വേണ്ടത് ഉപ്പ്. എന്നിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായപ്പോൾ ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ കുറച്ച് കടുകിടാനാണ്, കടുക് കുറച്ച് വറവിടാൻ. ഓക്കെ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ. ഈ തൈരിലേക്ക് ഞാൻ ഇപ്പോൾ വറുത്ത ജീരകപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇത് നല്ലൊരു മണം കൊടുക്കും. എണ്ണ ചൂടായി. ഇതിലേക്ക് കടുക് ഇടുകയാണ്. കൂടെ തന്നെ കുറച്ച് ഉലുവ നല്ലൊരു മണം തരും. ഈ തൈരുള്ള കറിയിലേക്കൊക്കെ കറിവേപ്പില. എന്നിട്ട് കടുകൊക്കെ പൊട്ടിട്ടില്ല നല്ലോണം. ഇപ്പം ഇതിലേക്ക് കുറച്ച് ഉള്ളി, കടുകൊക്കെ പൊട്ടി കുറച്ച് ഉള്ളി. ഈ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇപ്പം ഞാൻ ഈ വറുത്ത വഴുതിരിങ്ങയൊക്കെ ഈ തൈരിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. നോക്കിക്കോളൂ, എല്ലാം ഇട്ടു. എന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് തൈരിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഈ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് സോട്ടായിട്ടുണ്ട്. ഞാനിതിനെ ഓഫ് ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ, കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഈ ഇതിലേക്ക് ഞാനിങ്ങനെ ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ ഈ തൈരിലേക്ക് ആഡ് ചെയ്യണം. നോക്കോളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതിരിങ്ങ തൈര് കറി റെഡിയായി. ഇത്
ഈ ചൂടായ ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ ടേസ്റ്റി വഴുതനങ്ങ തൈര് കറി റെഡിയായി. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അറിയാത്തവർക്കും ബിഗിനേഴ്സിന് വരെ ഇഷ്ടപ്പെട്ട ഒരു കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെ വെച്ചിട്ടൊരു കഴിക്കലുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത മെഴുക്ക് പുരട്ടി ഇതെന്താ അറിയോ, എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് മണം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ്, ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതിനെ ഞാൻ മുറിച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടു. ഇതിനെ ഇനി നന്നായിട്ട് എണ്ണയിൽ വറുക്കുക. ഉപ്പോ ഒന്നും ചേർക്കണ്ട, ഇത് നന്നായിട്ടൊന്നിങ്ങനെ വറുക്കുക. ഹൈ ഹീറ്റിലിട്ടിട്ട് വറുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതി ഇതിങ്ങനെ ഹൈ ഹീറ്റിലൊന്ന് നന്നായി വറുക്കുക. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇനി ബ്രൗൺ നിറമായി വരണ വരെ ഇങ്ങനെ ഒന്ന് വറുക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പോ ഒന്നും ചേർക്കാൻ പാടില്ല. ഇത് കുട്ടികൾക്ക് ചോറ് കൊടുത്തയക്കുമ്പോൾ വയ്ക്കാൻ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഹൈ ഹീറ്റിലിപ്പോൾ ഒന്ന് ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കണ്ടോ ബ്രൗൺ നിറായി. ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്ന എന്താണ് പച്ചക്കറി എന്ന് കണ്ടോളൂ. ഇത് എന്താണ്, വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്ക ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എന്താണ് ഈ വെണ്ടയ്ക്ക ആഡ് ചെയ്തിരിക്കണമെന്നൊന്നും തോന്നണ്ട. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ കൂടെ നന്നായി കിടന്നിട്ടൊന്ന് ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഉരുണ്ട് മുറിക്കണം. ഒരുപാട് ഘനമില്ലാതെ മുറിക്കരുത്. ഇത് കണ്ടുവല്ലോ ഇപ്പോൾ ഇതെങ്ങനെ മുറിച്ചിരിക്കണമെന്ന്. ഇതുമാതിരി മുറിക്കണം കണ്ടു. അപ്പോഴാണ് അത് നന്നായി ഇതിൻ്റെ കൂടെ വഴണ്ടി. ഇതൊന്ന് കിടന്നിട്ട് ഹൈ ഹീറ്റിലൊന്നും ഇങ്ങനെ നന്നായിട്ട് വതക്കിയിട്ട് ഒരു 5 മിനിറ്റ് വതക്കിയ ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എന്താണ് പൊടി ആഡ് ചെയ്യണമെന്ന് നോക്കിക്കോളൂ. 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂണില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പാകത്തിന് ഇതിലേക്ക് വേണ്ട ഉപ്പ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുക ഒരു 5 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, എൻ്റെ ഈ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഫ്രൈ അത് ഭംഗിയിട്ട് കാണാം കേട്ടോ. വെണ്ടയ്ക്ക നല്ലോണമായിട്ട് നല്ല ഇളന്ത് വെണ്ടയ്ക്കയാണ്, ഇല്ലെങ്കിൽ ഇത് പച്ചയായിട്ട് കിടക്കുന്നുണ്ടാവും. കുറച്ച് ഇളന്ത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇത് നന്നായി ആയിക്കഴിഞ്ഞു. ഇത്ര ടേസ്റ്റ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇതെന്തെങ്ങനെയെന്ന് വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ കുറച്ച് തൈരും ചോറും ഇതും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോഴൊരു ആ ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാൻ ഞാൻ അറിയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിതാ ചൂടായ ചോറ് ആവി പോകുന്നത് വിളമ്പി പ്ലേറ്റിലേക്ക്. എന്നിട്ട് എൻ്റെ യോഗേർട്ട് കറി, ബ്രിഞ്ചോൾ യോഗേർട്ട് കറി, ഇത് വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ. ചെറിയ ചൂട്. ഇന്ന് വളരെ സിമ്പിളായിട്ട് 2 ഐറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ വഴുതനങ്ങ തൈര് കറിയും പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയ പൊട്ടറ്റോ എന്താ പറയുക, പൊട്ടറ്റോ ഓക്ര കറി. പൊട്ടറ്റോവും ഓക്രയും കൂടിയിട്ടുള്ള സിമ്പിൾ മെഴുക്ക് പുരട്ടി
അതിലൊന്നും ചേർത്തിട്ട് വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ണുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും കുറേ വിഭവങ്ങളൊന്നും വേണ്ട. പക്ഷേ ഞാൻ കൂട്ടത്തിൽ കുറച്ച് കൊണ്ടാട്ടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരിക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.